എല്ലാവർക്കും ഊണൊക്കെ ഇഷ്ടമല്ലേ? ഊണ് വളരെ രുചികരമായ ആഹാരമാണ്. ഊണ് എന്നതൊരു മെഡിസിനൽ ഫുഡാണ് കേട്ടോ. നല്ല ക്യാൻസർ, ഇതുമല്ല വയറ്റിലെ ആൻസർ, അങ്ങനെ രോഗങ്ങളൊക്കെ മാറ്റുന്ന നല്ലൊരു ഔഷധം കൂടിയാണ് ഈ ഫുഡ്. മാംസ്യം ആണ് അത് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. പറമ്പിലൊക്കെ പഴയ ഇഷ്ടംപോലെ ഉണ്ടാകുമായിരുന്നു. ഇപ്പം പറമ്പിലുണ്ടാകുന്നില്ല. കാരണം എന്താ, ഈ ഒത്തിരി കളനാശിനി രാസവളമൊക്കെ അടിക്കുന്നുണ്ട്. കൂണ് ഉണ്ടാകുന്നില്ല. സാധനങ്ങൾ ഡീക്കേജ് ചെയ്യുന്നില്ല. ഡീക്കേജ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. നമ്മളതിനെ ബുദ്ധിമുട്ടി കൊണ്ടൊക്കെ അടിച്ച് തോൽ കളഞ്ഞ് നശിപ്പിച്ച് മണ്ണിനെയൊക്കെ വിഷലിപ്തമാക്കുന്നുണ്ട്. കൂണും പടങ്ങി, കൂണും ഉണ്ടാകുന്നില്ല. അപ്പം കൂണ് നമ്മളിനി കൃത്രിമമായിട്ട് ഉണ്ടാക്കണം. ആ കൂണ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അത് കഴിക്കാനും നല്ലതാണ്. പല വിഭവങ്ങളും കൂണ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. കൂൺ കട്ട്ലേറ്റ്, കൂണ് തോരന്, അച്ചാറ്, ചാറുകറി, ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കും. വളരെ ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ദഹിക്കാവുന്ന ഒരു മാംസ്യാഹാരമാണ് ഈ കൂണ്. കൂണ് പല രീതിയിലുണ്ടാക്കുക. ഞാൻ അതിനെപ്പറ്റി പറയാം. കൂണ് ഇത് ചകിരിച്ചോറ് ഒഴിച്ച് ഉണ്ടാക്കിയ ഒരു കൂണാണ്. ഒരു 10-20 ദിവസമായേ ഉള്ളൂ. ഒരു 35-40 ദിവസം ആകുമ്പോൾ നിറച്ച് കൂണുണ്ടാകും. പിള്ളേരൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ കൂണ് ഉണ്ടാക്കാനുള്ള രീതികൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഈ കൈയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴുകണം, വൃത്തിയാക്കണം. കൂണ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഡെറ്റോളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഉണ്ടോ ഡെറ്റോൾ? ഈ ഡെറ്റോളിൻ്റെ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ബക്കറ്റാണ്. ഈ ബക്കറ്റിൽ ഞാൻ കഴുകുകയാണ്. എന്നാലും ഈ ബക്കറ്റ് ഇത് ചെറിയൊരു ബക്കറ്റാണ്. ഇവിടെ ഞാൻ ശുദ്ധമായി വൃത്തിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെറ്റോള് കൈ ശുദ്ധീകരിക്കാനും നമ്മുടെ പാത്രം ശുദ്ധീകരിക്കാനും മാസ്കായിരുന്നാണ് ഇത് ഉപയോഗിച്ചത്. പിന്നെ നമുക്ക് കൂൺ ഉണ്ടാക്കാനായിട്ട് വസ്തു വേണം, മീഡിയം വേണം. ഇവിടെ എന്നാ വസ്തുവായാലും എന്തായാലും മീഡിയം വേണം. പല മീഡിയം ഉണ്ട്. ഒന്നാമത്തെ മീഡിയമാണ് വൈക്കോൽ, അല്ലെങ്കിൽ മലബാറിലൊക്കെ വൈക്കോൽ എന്ന് പറയും. ഇവിടെ കച്ചി എന്ന് പറയും. കച്ചി ഇവിടെ സാധനം ഒന്നാണ്. ഈ കച്ചിയെ ചുമ്മാ ഇങ്ങനെ ഇട്ട കൂണുണ്ടാകത്തില്ല. അതിന് ഈ വൈക്കോലിനെ അല്ലെങ്കിൽ കച്ചിയെ 15 മണിക്കൂർ, 12 തൊട്ട് 15 മണിക്കൂർ പറയും, 15 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കും. വെള്ളത്തിൽ ഇടുമ്പോൾ ചിലപ്പോൾ പൊങ്ങി വരും. പൊങ്ങി കഴിയാൻ വേണ്ടി നമ്മൾ ചെറിയ വെയിറ്റ് വെച്ചാൽ, കല്ല് വെച്ചാൽ മതി. താന്നിരിക്കും. 15 മണിക്കൂർ താന്നിരിക്കും. എന്നിട്ട് ഇതിനെ ഇവിടെ കുച്ചി നമ്മുടെ കച്ചി ഇങ്ങനെ ഇടുന്നു. ഉൾട്ടോട്ടിച്ചിട്ട് കുഴപ്പമുണ്ടോ? ഇങ്ങനെ ഇടുന്നു. എന്നിട്ട് ഇതിൽ വെള്ളം നിറയ്ക്കുന്നു. വെള്ളം നിറച്ചിട്ട് ചൂടെ വലിയ പാത്രത്തിൽ വെക്കാൻ കേട്ടോ, ബേസിലുണ്ട്. എന്നിട്ട് അതിൻ്റെ ചില ഒരു നല്ല വൃത്തിയുള്ള കല്ലോ ഇഷ്ടികയോ ഒക്കെ വെച്ചിട്ട് വെള്ളം നിറച്ച് 15 മണിക്കൂർ വെച്ചാൽ മതി. 15 മണിക്കൂറിന് ശേഷം ഇനിയോട്ട് പടിയുണ്ട്. ഈ കച്ചിയെ ആവിയിലോ അല്ലെ വെള്ളത്തിലോ പുഴുങ്ങണം. ആവിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പുഴുങ്ങണം. ഈ ആവി പുഴുങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ട് പുഴുകുന്ന പറ്റുകയിൽ അങ്ങനെ അടിയിൽ തിരുത്തിയുള്ള സംവിധാനമുള്ള പാത്രങ്ങളുണ്ട്. അത് എന്നിട്ട് ഇതിന് മുകളിലോട്ട് വെച്ചാൽ മതി ഈ നനഞ്ഞ കച്ചിയെ. അപ്പം എന്നിട്ട് അങ്ങനെ 1 മണിക്കൂറെങ്കിലും ആവി പുഴുങ്ങണം. അല്ലെങ്കിൽ വെള്ളത്തിൽ പുഴുങ്ങാനും മതി. വെള്ളത്തിലിട്ടിട്ട് വെയിറ്റ് വെച്ച് വെള്ളത്തിൽ പുഴുങ്ങാൻ മതി. 1 മണിക്കൂർ വെള്ളത്തിൽ തിളച്ച് ഇതിനകത്തെ അണുക്കളൊക്കെ പോകാൻ വേണ്ടിയാണ്. ആവശ്യമില്ലാത്ത അണുക്കളൊക്കെ ഉണ്ടാകും. ബാക്ടീരിയ വിമുക്തമാക്കണം. അങ്ങനെ അതിനെ ശുദ്ധിയാക്കിയ ശേഷം ഇവിടെ അതിനെ ശുദ്ധിയാക്കി കാണിക്കാൻ നേരെ ടൈമില്ലാത്തതാണ് കേട്ടോ. ശുദ്ധിയാക്കിയ ശേഷം നമുക്ക് തരാം കേട്ടോ. PP കവർ, ഇത് PP കവർ എന്ന് പറയും. ഇത് നമ്മുടെ ഇവിടെ കിട്ടുകയില്ലെങ്കിൽ കടയിൽ 5 കിലോ അരി, 5 കിലോ അല്ല 10 കിലോ അരി, 5 കിലോ അരി ഉള്ള കൂടുണ്ട്. ആ കവർ മേടിച്ചാൽ മതി. ഈ കവർ മേടിച്ചിട്ട് അത് ഇല്ലെങ്കിൽ നമുക്ക്
PDS ഇതെല്ലാം കിട്ടും. ഇത് വിത്ത്, അതിന് വിത്ത് വിത്തിന് സ്പോൺ എന്ന് പറയും. സ്പോൺ. ഈ സ്പോൺ വെച്ച് നമുക്ക് 2 ബെഡ് ഉണ്ടാക്കാം. ബെഡ് എന്ന് പറഞ്ഞാൽ ഇതാ ബെഡ്, ഇതാ ബെഡ് കേട്ടോ. 2 ബെഡ് ഉണ്ടാക്കാൻ പറ്റും. അവകാശം പറയുന്നു മറുപടി എടുക്കണ്ടോ കണ്ടോ. അപ്പോൾ ഈ കവറിനെ നമ്മൾ ഇങ്ങനെ ഞൊറി ഉണ്ടാക്കണം. ഞൊറി ഉണ്ടാക്കി തന്നെ പറയാം. ഞൊറി ഉണ്ടാക്കിയിട്ട് ഒരു ബാൻസ് കൊണ്ടങ്ങ് ഇടുന്നു. ഒരുമിച്ച് തോന്നും അടി ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു മാറി എന്നിട്ട് ഇതിനെ നേരെ ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് അടിയിൽ എവിടെ വെക്കാൻ പറ്റും. ഒരു വട്ടത്തിൽ രീതിയിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. പുഴുങ്ങിയ ശേഷം 1 മണിക്കൂർ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിഴിയുമ്പം വെള്ളം ഇറ്റിട്ട് പോകരുത്. എണ്ണ ശകല വെള്ളമായി വേണം. ഒരു 60% വെള്ളം, 50യോ അല്ലെങ്കിൽ 60യോ 55, 60% വെള്ളമേ കാണാവുള്ളൂ ഈ കച്ചിയിൽ കാണാവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ വേണമെങ്കിൽ ചെരുവുള്ള തലങ്ങളിൽ ഒരു പച്ചനെറ്റ് കെട്ടി വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ രാവിലെ 1 മണിക്കൂർ വെള്ളത്തിൽ വെയിൽ അധികം പൊടിയില്ലാത്ത സ്ഥലത്താണെങ്കിൽ വെയിലത്ത് ഇവിടെ വെക്കാം. 50% വെള്ളമേ കാണാവുള്ളൂ. പിഴിഞ്ഞ് കളഞ്ഞാൽ പിഴിഞ്ഞ് പാളം. ഇനി 50% വെള്ളം, 50 അല്ലെങ്കിൽ 60% വെള്ളമുള്ള കച്ചി. എന്നാൽ ഓവർ ടൈം വെള്ളമായാൽ ഈ ബെഡ് ചീഞ്ഞു പോകും. എന്നിട്ട് നമ്മളിവനെ ചുമ്മാട് പോലെ ഉണ്ടാക്കുന്നു. നനഞ്ഞാണ് ചുമ്മാട് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. ചുമ്മാട് പോലെ ഉണ്ടാക്കിയിട്ട് ഉണ്ടോ ചുമ്മാട് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഈ കവറിലേക്ക് ഇടുന്നു. ഇനി അതിന് വേറെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇത് കൂടിൻ്റെ സ്പോണാന്ന് ഞാൻ പറഞ്ഞു. വിത്ത്, ഈ വിത്തിനെ നമുക്ക് 2 ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലത്തെ 2 ബെഡ് കേട്ടോ. ഞാൻ പറയാം. ഇതിന് നമ്മൾ നേർത്താകിട്ടെടുക്കും. നേർത്താകിട്ട് ഇതിന് വില 50 രൂപയൊക്കെയാണേ. ഇത് നമ്മൾ പൊട്ടിച്ചിടുന്നു. കണ്ടോ, ഇനി പൊട്ടിച്ചങ്ങിടുന്നു. ഇതിന് വൃത്തിയുള്ള ഒരു പാത്രമായിരിക്കും. ഞാൻ അത് വൃത്തിയാക്കി കൊണ്ടുവന്ന കേട്ടോ. അത് ഏറ്റവും വെച്ച് നോക്കണേ. ഇങ്ങനെ നമ്മൾ പൊടിച്ചിടുന്നത് നെല്ലുകൊണ്ടോ അല്ലെങ്കിൽ ഓട്സ് കൊണ്ടോ അവരുണ്ടാക്കും. ഇത് നെല്ലുകൊണ്ട് ഉണ്ടാക്കുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഇനി എന്നിട്ട് ഇതിൻ്റെ റബ്ബർ പോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേക്കണം. കയറിക്കും കണ്ടോ. വീട് അങ്ങോട്ട് തിരുമ്പണ്ട, ഇനി ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ റബ്ബർ പോലത്തെ കഷ്ണങ്ങൾ ഞാൻ മാറ്റി. വിത്താണ് കേട്ടോ, സ്പോൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സ്പോൺ എന്ന് പറയുന്നത് SPAWN, മലയാളത്തിൽ വിത്ത്, കൊൺവിത്ത്. കൊൺവിത്ത് പ്രോസസ്സിങ് ചെയ്യുന്നതിനെപ്പറ്റി ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പിന്നെ കാണാം. കൺസ്യൂമർ ലാസ്റ്റ് ചോദിക്കും കേട്ടോ. ഞാൻ ഇതിൻ്റെ റബ്ബർ പോലതൊക്കെ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. ഇത് വേണ്ട, ഇത് അത് അത്ര നല്ലതല്ല, ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇങ്ങോട്ട് വെച്ചു. ഇതാണ് ഇങ്ങനെ നമ്മൾ നേർപ്പകുതി എടുക്കുന്നു. നേർപ്പകുതി ഒരു ബെഡ് ഇത്രയും മതി. ഒരു ബെഡിന് ഇത് മതി.
എന്നിട്ട് നമ്മൾ വേസ്റ്റ് ആക്കില്ല. ഇത് നനച്ചതാണേ, ഇപ്പം നനച്ചതല്ല, പക്ഷേ നനച്ചത് ചിന്തിക്കുക കേട്ടോ. നമുക്ക് സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഇമാജിനേഷനിലേക്ക് പോകണം. സപ്പോസ് ഇറ്റ് ഈസ് ഡൺ ചെയ്തില്ല. ഈ നനച്ചിപ്പോൾ കാണിക്കാനായിട്ട് നിർത്തിയില്ല. അതിന് രാവിലെ എനിക്ക് ഈ കച്ചി കിട്ടും. കച്ചി ഇന്ത്യ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഈ കൂൺ വിത്തുകൾ ചുമ്മാ ചെയ്യരുത്, ഇങ്ങനെ നനച്ചിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. 15 മിനിറ്റ് വെള്ളത്തിലിട്ട് ആവിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പുഴുങ്ങിയ ശേഷം വിത്തുകൾ ചെയ്യുമ്പോൾ ഈ അരികെ മാത്രം വെച്ചാൽ മതി. ഈ അരികെ പ്രസ് ചെയ്യും. വീണ്ടും നമ്മൾ അടുത്ത ബെഡ്, അടുത്ത ഒരു കെട്ട് ചുമ്മാട് പോലെ ആൾക്കാർ ചുമ്മാട് ഉണ്ടാക്കിയത് ഈ ലോഡിങ്ങിയാൽ ചുമ്മാ അടുത്ത ചുമ്മാട് വെക്കുന്നു. നമുക്കത് പ്രസ് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ ശേഷം വീണ്ടും അടുത്ത ലെയർ ഞാൻ ഈ സൈഡിൽ മാത്രം സൈഡിൽ മതി കേട്ടോ. സൈഡിൽ മതി. ഇങ്ങനെയുള്ള ഇടരുത് കേട്ടോ, അറിയാവുന്നതാണ്. ഈ സൈഡിൽ മാത്രം. വീണ്ടും നമ്മൾ അവനെ പ്രസ് ചെയ്യും. ഇങ്ങനെ നമുക്കൊരു 4 4 5 വരെ നമുക്ക് നിറച്ച് വെക്കാം കേട്ടോ. ഇത് നമുക്കുണ്ട് ചുമ്മാ മോളി വരുമ്പോൾ ഏറ്റവും ടോപ്പി വരുമ്പോൾ ഞാൻ ഏറ്റവും ടോപ്പി വരുമ്പോൾ ഞാൻ ഇനി ഓർത്തോടെ വീണ്ടും ഒരു മൂന്നെണ്ണം വെക്കാം. നമ്മുടെ മേലെ വെക്കാം, നമുക്ക് കെട്ടാവുന്ന രീതിയിൽ. മോളി വരുമ്പോൾ ഞാൻ വീണ്ടും കുറച്ച് പച്ച കൊടുക്കുന്നു. മോളി വരുമ്പോൾ നമുക്ക് മുകളിൽ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും വരാം. അവിടെ എവിടെ ഫോൺ എല്ലായിടത്തും ഉണ്ടാകും, മുകളിലാകും. പിടി കിട്ടിയോ? എല്ലായിടത്തും വരാം. എന്നിട്ട് നമ്മളിതിനെ അങ്ങോട്ട് ഇതിൻ്റെ എയർ മുഴുവൻ കളയണം. എയർ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്താൽ മതി. ഇത്രയും മണി വെക്കാം. ഒരു 4 5 ബെഡ് 5 ചുമ്മാട് വരെ വെക്കാം. എന്നിട്ട് ഇന്നത്തെ കാറ്റ് കൂടി നമ്മൾ കളയും കേട്ടോ. കാര്യമാണ് നമ്മൾ ഒന്ന് കുറ്റിയൊക്കെ ബലമണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നതും ടേസ്റ്റ് ഉണ്ടാകുന്നതും ടേസ്റ്റുള്ള ഗുണം ഈ കച്ചി കൊണ്ടാണ് കേട്ടോ. വേറെ ഉണ്ട്, വേറെ വീഡിയോ ഞാൻ പറയാം. പവർ ബാങ്ക് വേണം. ഇതിന് വേറെ നൂല് നൂല് കിട്ടിയാലും മതി. കുത്തിരി പള്ളിയോട് കിട്ടിയാലും മതി കേട്ടോ. പവർ ബാങ്കിൻ്റെ എളുപ്പമുണ്ട്. ഇത് കിട്ടും. ഇത് മതിയോ? ഒരാ ഇനി ഗുണമുണ്ടാകണ്ടേ? ഗുണമുണ്ടാകാൻ വേണ്ടി ഈ സൂചി നമ്മളൊന്ന് നമ്മുടെ തീയലോട്ട് ഫ്ലെയിമിലോട്ടൊന്ന് വെക്കണം കേട്ടോ. സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്, അണുവിമുക്തമാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കണ്ടോ, സൂചിയായാലും മതി, അല്ലെങ്കിൽ സേഫ്റ്റി ഇതായാലും മതി. അണുവിമുക്തമാക്കിയ ശേഷം ഇത് നമുക്ക് പരമാവധി ഹോളുകൾ ഒരു 10 25 50 എവിടെ വീണേലും ഇടാം. 25 ഒരു 50 വേണം. വെളുപ്പ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ 50 കെട്ടുകളോടെ ഇടാം. 25 കുഴപ്പമില്ല. ഓക്കെ, കണ്ടല്ലോ. ഇനി എന്താ ചെയ്യണം? ഇവനെ എന്ത് ചെയ്യണം? ഇവനെ നമ്മൾ ഒരു 15 ദിവസത്തേക്ക് ചെറിയ ഇരുട്ടുള്ള മുറിയിൽ ഇടണം. ഇരുട്ട് എന്ത് ഇരുട്ട് വേണമെന്നില്ലേ, സെമി ഇട്ടാലും മതി. വീടിൻ്റെ ഈ അടുക്കളയിലുള്ള ഈ ചെറിയ ഷെൽഫൊക്കെ ഇല്ലേ, അടച്ചുള്ള അവിടെ ഇട്ടുണ്ട്. അല്ലെ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ ഇതുണ്ട്. ഇല്ലേ, ഒന്ന് പറയാം. ഇങ്ങനെ വെച്ചിട്ട് തുണി കൊണ്ട് മൂടുന്നു, കറുത്ത തുണി കൊണ്ട് മൂടുന്നു. കറുത്ത തുണി കൊണ്ട് മൂടി ഇട്ടാൽ മതി. എളുപ്പമായിരിക്കും, സിമ്പിൾ.
15 ദിവസത്തേക്ക് അതിനോട് ഇരിക്കുന്നു. തുറന്നു നോക്കണ്ട, ഒന്നും നോക്കണ്ട. നമുക്ക് അകത്ത് നോക്കും ഇന്ന പറ്റിയെന്നൊക്കെ നോക്കുക. അതൊന്നും കുഴപ്പമുണ്ടാകുന്നില്ല. ഈച്ചയും പാറ്റം കയറാൻ സ്ഥലത്ത് വെക്കണം കേട്ടോ. എന്താ മുറിയിൽ അതേ ആൾക്കാർ പിള്ളേർ ശല്യം ചെയ്യരുത്, പിള്ളേർക്ക് ശല്യം ചെയ്ത് വലിച്ചു നോക്കും. അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നോക്കണം കേട്ടോ. ഞാൻ 15 ഡേയ്സ് ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞു. 15 ഡേയ്സ് കഴിഞ്ഞപ്പോൾ കാലത്തെ കുറിച്ച് വെക്കണം. 15 ദിവസം 15 ഡേയ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ എടുക്കാം. എടുത്തിട്ട് എന്നിട്ട് ഇനി വെള്ളം വേണം കേട്ടോ. ഇതിനെ കെട്ടി തൂക്കിടാം. ഞാനിപ്പം വീട്ടിൽ കെട്ടി തൂക്കിയിട്ട് നല്ല വീടുണ്ട്, നല്ല ഈ റംബൂട്ടാൻ മരമുണ്ട്, താഴോട്ട് നല്ല തണുപ്പാണ്, തണല. അവിടെ കെട്ടി തൂക്കി ഊണുണ്ടായി കേട്ടോ. ആദ്യം അല്പം കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട്. ഒത്തിരി കാറ്റ് വെളിച്ചം ഉണ്ടാകില്ല, ഒരുപാട് ചെടികൾ ഉണങ്ങി ഫ്രൈ ആയി പോകും. അപ്പോൾ ഇച്ചിരി കാറ്റും അല്പം വെളിച്ചം വന്ന വീടിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും തൂക്കിയിടാൻ പറ്റുന്ന വെട്ടം വേണം. ഇനി വെട്ടം വേണം. ഇന്ന് മൊത്തം ഇനിയും ഇത് മാറ്റാൻ സോറി കേട്ടോ. ഇനിയും നമുക്ക് വെട്ടം ആവശ്യമുണ്ട്. വെട്ടം ആവശ്യമുണ്ട്. ഇതുണ്ട്, ഇതുപോലത്തെ ഇത് മേടിച്ചും കിട്ടും. 15 രൂപയുണ്ട്, 15 രൂപ. ഇത് ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുത്താൽ എന്നിട്ട് സ്പ്രേ ചെയ്യണം. ഇങ്ങനെ സ്പ്രേ ചെയ്യണം. തൂക്കിയിട്ട് കഴിഞ്ഞാൽ എളുപ്പമുണ്ടോ? കറക്കണ്ട. ഞാനിങ്ങനെ തൂക്കിയിട്ടെന്ന് ഓർക്കുക. ഒരു സ്റ്റാൻഡിൽ ഒരു എവിടെയും പള്ളിയിൽ തൂക്കിയിടാം. ഇത് ഉറി പോലെ ഉണ്ടാക്കാം. ഉറി പോലെ ഉണ്ടാക്കിയിട്ട് 3 or 4 തൂക്കിയിടാം. ഉറി തൂക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ട് അറിയാമോ, അടിയിലോട്ട് അടിയിലോട്ട് ഇട്ട് കൊടുക്കുക. താവോട്ടും ഇങ്ങനെ തൂക്കിയിടാം. അതിന് താവോട്ട് 3 തൂക്കിയിടാം. ഉറി പോലെ പഴയ കാലത്ത് ഉറിയുണ്ട്. വെള്ളം അടിച്ചു കൊടുക്കുക. രാവിലെയും വൈകിട്ടും വെള്ളം അടിച്ചു കൊടുത്തു. എല്ലാ ദിവസവും രാവിലെ പിള്ളേരെ വെള്ളം അടിക്കാൻ കേട്ടോ. അങ്ങനെ 15 ഒരു 15 ദിവസത്തോളം രാവിലെയും വൈകിട്ടും ഈർപ്പം നിൽക്കാൻ വേണ്ടിയാണ്. വായ്പം വേണം കേട്ടോ കൂണുണ്ടാകാൻ. വെറുതെ നമുക്ക് മഴ വേനൽക്കാലത്ത് ഉണ്ടാകും. കൂണുണ്ടാകുമോ? മഴക്കാലത്ത് കൂണുണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു വായ്പമയം ഉണ്ടാകും, ഒരു വെള്ളമയം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം അടിക്കുന്നു. അടിച്ചു കൊടുത്ത് ഒരു 35 ദിവസം ആകുമ്പോൾ കൂണുണ്ടായി തുടങ്ങും. നമുക്ക് കൂണിനെ നമുക്ക് കാണിക്കാം. ഇനി ഒഴിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ കറി വെക്കാം. കറി വെക്കാൻ ഇങ്ങനെ ഫ്രീ അതൊക്കെ കൊള്ളാം കേട്ടോ. കറി വെക്കുമ്പോൾ നമ്മളിത് പറമ്പിലുള്ള പോലെ ഇവിടെ നിന്ന് കാണിച്ച് കളയുന്ന മിച്ചറി കളയൊന്നും വേണ്ട. ഇവിടെ ചെറുക്കണം കേട്ടോ. ഇവിടെ കാണിച്ചു കളയാം. കണ്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കുമോ അല്ലെങ്കിൽ ഫ്രൈ വെക്കാം. നമ്മുടെ കൂൺ അച്ചാറോ ഫ്രൈയോ കട്ട്ലേറ്റോ ഒക്കെ ഉണ്ടാക്കാം. അതിൻ്റെ സാധാരണ പറ്റ പോലെ തന്നെ കേട്ടോ. എന്നാ അപ്പോൾ തന്നെ ഉണ്ടാക്കിയ അറിയില്ലല്ലോ. ഇതിനകത്തുണ്ട്. അങ്ങനെ കൂട് നമുക്ക് എടുത്തോണ്ടിരിക്കാം. ഒരു 15 ദിവസം അല്ല കേട്ടോ. 30 ദിവസം കഴിഞ്ഞ് പിന്നെ 40 ദിവസം ഒന്നും ഉണ്ടായി കഴിഞ്ഞ് പിന്നെ ഒരു 10 ഒരു റെസ്റ്റ് ടൈമുണ്ട്. ഒരു 10 ദിവസം 15 ദിവസം വീണ്ടും ഉണ്ടാകും. അങ്ങനെ ഒരു 1.5 മാസത്തോളം കൂണുണ്ടാക്കിക്കൊണ്ടേയിരിക്കും.